എയറോസ്പേസിൽ പോകണമെങ്കിൽ ഏത് ഫീൽഡിലും പോവാം. മെക്കാനിക്കൽ ആവാം, ഇലക്ട്രോണിക്സ് ആവാം, ഇലക്ട്രിക്കൽ ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിനേക്കാളും നല്ലത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഈ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒന്നാണ് ഇപ്പോൾ ബേസിക് ബ്രാഞ്ചായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ എക്സ്ട്രാ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ചെയ്യാം. IELTS എക്സാമിനുള്ള പ്രിപ്പറേഷൻസ്. IELTS എന്ന് പറഞ്ഞാൽ കുറേ പ്രാക്ടിക്കലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? സാറ്റ് എഴുതിയിരുന്നോ? ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ പോയാൽ എന്താവും ജീവിതം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മിക്കവാറും ഹോസ്റ്റലുകളുടെ അവസ്ഥ മോശമാണ്. ഓക്കെ, ഇപ്പോൾ എത്ര മോശം കോളേജ് ആണെങ്കിലും സാധാരണ ഞാൻ പറയാം വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നിടത്ത് പോകണമെന്നാണ്. അതിന് കാരണം എന്താ വെച്ചാൽ പ്രിപ്പറേഷനുള്ള സമയം കിട്ടും, ഓൺലൈൻ ഇരിക്കാൻ പറ്റും, മിക്കവാറും ഹോളിഡേയ്സ് ആയിരിക്കും, പിന്നെ തുണി അലക്കുക, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ അവതാളത്തിലാവും. എന്തെങ്കിലും അസുഖം വരുമ്പോൾ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. ഹോസ്റ്റലിലാവുന്ന സമയത്ത് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ വളരെ മച്ചുവേർഡായിട്ട് കുറച്ചും കൂടി വളരെ സീരിയസ് ആയിട്ടൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയാലേ ഈ ഒരു സീലും ത്രില്ലും ഒക്കെ മുന്നോട്ട് പോവുള്ളൂ. അതിനുള്ള ചാൻസസ് നല്ല കമ്പനിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫൈൻ. ഹോസ്റ്റലിൽ നിൽക്കുന്നത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ, ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന സമയത്ത് യു ക്യാൻ ഫോൾ. അതാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ പറഞ്ഞത്, കാരണം വരുന്ന എല്ലാ കുട്ടികളും മോട്ടിവേറ്റഡ് ആവണമെന്നൊന്നുമില്ല. നമ്പർ 1. നമ്പർ 2, മിക്കവാറും 11th and 12th ഒക്കെ കഴിഞ്ഞ് റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയി, അല്ലെങ്കിൽ വളരെ എഫേർട്ട് എടുത്ത് പഠിച്ച് ആ ഒരു 2 വർഷം 3 വർഷമൊക്കെ കണ്ടിന്യൂസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു റിലാക്സ്ഡ് മൂഡിലാണ് പലരെയും കാണാറ്. ഈ +1 +2ൻ്റെ പ്രഷറൊന്നും ചിലപ്പോൾ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിന്ന് വരില്ല. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും, പോവും, നമുക്ക് വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഹൈലി ടാർഗറ്റഡ് ആയിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ നടക്കൂല. MITയിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ആർക്കും പറ്റും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ MITയിൽ ഏറ്റവും ഹൈലി സ്കോർഡ് ആയിട്ട് വന്നിട്ടുള്ളവരൊക്കെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടുള്ളവരാണ്. ഓക്കെ, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കോളേജിൽ പോകേണ്ട കാര്യമില്ല, അറ്റൻഡൻസ് വെറുതെ കാശ് കൊടുത്താൽ കിട്ടും. അങ്ങനെയുള്ള കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആണ്, കണ്ടിന്യൂസ് മെൻറ്ററിങ് ഉണ്ടായിരുന്നു, വളരെ ഡീപ്പായിട്ട് പഠിക്കും, റെഫറൻസ് ബുക്കുകൾ എടുക്കും, കണ്ടന്റ് ശരിക്കും മനസ്സിലാക്കും, ഗേറ്റ് എക്സാമിനും GREക്കും എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യണം, കാരണം എല്ലാത്തിനും ഒരു കോമണാലിറ്റി ഉണ്ട്. അതുപോലെ ഡെപ്തോടുകൂടി നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഗ്രൂപ്പ് ഉണ്ടാവും. കാരണം നമ്മുടെ ഐഡിയാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. പിന്നെ നല്ലൊരു ഒരു ഒരു സീൽ എന്ന് പറയുന്നത് SOP ഒക്കെയാണ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ഇന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രഷപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുറേ കോഴ്സുകൾ ചെയ്യണം. ഒരു 10-30 കോഴ്സൊക്കെ ചെയ്യാൻ പറ്റും ഒരു BTech തീരുമ്പോഴത്തേക്കും. അങ്ങനെ നല്ല കുറേ മെറിറ്റുള്ള സ്കോപ്പുള്ള നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കുറേ കോഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും യൂണിവേഴ്സിറ്റിയെ, യെസ് എനിക്ക് ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ട്, എത്ര പെർസ്യൂറൻസ് ഉണ്ട്, എത്രത്തോളം ഞാൻ കമ്മിറ്റഡ് ആണ്, ഒരു ഫീൽഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, എന്താണ് എനിക്ക് ആവേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതുമ്പോഴാണ് അവരുടെ SOP വളരെ സ്ട്രോങ് ആവുമ്പോഴാണ് യൂണിവേഴ്സിറ്റികൾ ഫെലോഷിപ്പ് കൊടുക്കുക. അങ്ങനെ നല്ല യൂണിവേഴ്സിറ്റികൾ കുറേ ഫെലോഷിപ്പ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴേ ഉണ്ടാവും. പിന്നെ മിക്കവാറും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണ്ടത് ഇൻറ്റേൺഷിപ്പുകളാണ്. നമ്മൾ ചുറ്റും കാണുന്ന ഇഷ്ടംപോലെ കമ്പനികളിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ മോട്ടോർ പോലായാലും അത് എങ്ങനെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും, അതെങ്ങനെ കാണാൻ പറ്റും, അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് നോളജ് വരിക. പഠിക്കുന്ന എല്ലാ തിയറിയും പ്രാക്ടിക്കലായിട്ട് ലോകത്ത് കാണാൻ പറ്റുന്നതാണ്. അത് പിക്കപ്പ് ചെയ്യാനും കാണാനും അത് വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ തിയറി എന്താണെന്ന് സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാനും
അപ്ലിക്കേഷൻ കാണുമ്പോൾ അതിൻ്റെ തിയറി എന്താണെന്ന് മനസ്സിലാക്കുക. തിയറി പഠിക്കുമ്പോൾ അത് എവിടെ അപ്ലൈ ഇടുന്നത് കാണും. അപ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് പ്രൊഫഷണൽ ആവുക. അങ്ങനെ പ്രൊഫഷണൽ നോളജാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, പ്രൊഫഷണലി ഐ ആം സ്ട്രോങ്. ഓക്കെ, അപ്പോൾ അതുണ്ടാവട്ടെ. നല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് CET-യിൽ സ്ട്രോങ് ആണ്. കാരണം അവിടെയുള്ള ചില കുട്ടികൾ പേറ്റന്റ് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളും നല്ല പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ആവശ്യമില്ല, നമുക്ക് നോളജ് മതി. അത് ചെയ്തു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് അല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇന്ന കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബിലീവ് ഇറ്റ് നോർമലി. അതിൽ നിന്ന് കിട്ടിയ നോളജ് എന്താണ്, അതിൽ നിന്നൊരു സമ്മറി ഉണ്ടാക്കി എഴുതി വെക്കുക. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള സ്ക്രീൻ പ്രിന്റ് എടുത്തു വെക്കാം. അതൊക്കെ ചെയ്യാലോ. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ പ്രിന്റ് എടുത്ത് വെക്കുക. ലാസ്റ്റ് എപ്പോഴാണോ അതിൻ്റെ ഒരു പ്രൂഫ് ഉള്ളത് അത് എടുത്തു വെക്കുക. സോ ഫ്രം ഹിയർ ടു ഹിയർ ഐ വാസ് ദർ. ഓക്കെ, അങ്ങനെ ചെയ്താലും എബ്രോഡിലൊന്നും നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെക്കാളും വില നമ്മുടെ നോളജും കോൺഫിഡൻസും ആണ്. അവർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഈസ് ടു ലാർജ്. അതുകൊണ്ട് ആരും പറ്റിക്കാൻ നോക്കില്ല. എല്ലാം എഴുതണം. അത് GRE എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതും ഗേറ്റ് എന്ന് പറയുന്നത് എഴുതുന്നതും തമ്മിൽ ഒരു തേർഡ് ഇയർ അല്ല, ഫസ്റ്റ് ഇയർ മുതലേ പഠിച്ചു തുടങ്ങണം. എല്ലാ ഫുൾ സിലബസിന്റെ റെപ്പിറ്റേഷൻ ആണത്. അപ്പോൾ നല്ല ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, പിന്നെ കണ്ടന്റ് ഓഫ് ദ സിലബസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിച്ച് ഏത് എക്സാമിനേഷനും എപ്പോൾ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന തരത്തിൽ നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി എവർ റെഡി ആയിട്ടിരിക്കണം. അതാണ് എബിലിറ്റി. എന്താ ചെയ്യണമെന്ന് അറിയുമ്പോഴല്ലേ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ശരി, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.